ഭാഷയല്ല, വൃത്തി വൃത്തി. എന്നാ അമ്മയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടത് കഴിക്കേ? ഇപ്പൊ തൽക്കാലം ഇത് മതി. മതി. ആട്ടുംപാല രമേശന്റെ അവിടെ പോയി കിട്ടിയില്ല, സുഗന്റെ അവിടെ പോയി കിട്ടിയില്ല, മണിയന്റെ അവിടെ പോയി കിട്ടിയില്ല, വേറെ ആളിന്റെ വീട്ടിൽ എന്തേലും ആട്ടോ അവൻ തപ്പിക്കൊണ്ട് വന്നല്ല. കുടിക്കണം കൊച്ചമ്മ, ശുദ്ധമായ ആട്ടിൻപാൽ. ഞാൻ വിളിച്ചോളാം അവനെ. ശരി ശരി ശരി. വല്ലാത്ത വൃത്തി തന്നെ കേട്ടോ എന്റെ കൊച്ചമ്മേന. അങ്ങനെ വേണോടാ, അതാണ് നമ്മുടെ ആരോഗ്യം തന്നെ. അല്ല അമ്മയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെ വൃത്തി വന്നാനുള്ള കാരണം? പെട്ടെന്ന് വൃത്തി തോന്നാനുള്ള കാരണോ? വൃത്തി തോന്നാൻ കാരണം വേണോ? അപ്പോഴേ മുത്തു, ഒരു കാര്യം, ഒന്നും കഴിച്ചില്ല എന്നുള്ള സങ്കടം വേണ്ട. നീ ഒരു നല്ല ഇളം കരിക്കും നല്ലൊരു ആപ്പിള് വാങ്ങിച്ചോണ്ടോ. ആയിക്കോട്ടെ കൊച്ചമ്മ. പക്ഷെ ഈ ആപ്പിള് വാങ്ങിക്കുമ്പോഴേ ഈ കറുത്ത പുള്ളി പൊട്ടൊന്നും ഇരിക്കരുത്, നല്ല ഒന്നാന്തര ആപ്പിള് നോക്കി വാങ്ങിക്കണം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വാങ്ങിച്ചോണ്ടോ. കൊച്ചമ്മ, പിള്ളേര് പറയുന്നതിലൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഒന്നുമില്ല, പിള്ളേരെ അങ്ങനെ വിവരമില്ലാതെ പലതും പറയും. നിനക്ക് കൊണ്ടിടയ്ക്ക് എന്നാലും പോട്ടെ. ശരി. സോറി കൊച്ചമ്മ, ചെറിയതായിട്ട് അഴിക്കരുത്. എന്തോന്നോ അഴുക്ക് ഇവരുടെയൊക്കെ മേത്തൊന്ന് തെറിച്ചതായിരിക്കും. അമ്മാ, പ്രശോഭേട്ടാ, ഞാൻ ചോദിക്കുന്നുണ്ടോന്ന് തോന്നരുത്. ഈ അമ്മയ്ക്ക് ഇരുന്ന പാടെ എന്താ പറ്റിയതാ? അമ്മയ്ക്കാണെങ്കിൽ ഓരോ സമയത്ത് ഓരോ സ്വഭാവമാണ്. എപ്പോഴാ മാറുക എന്നുള്ളത് അറിയില്ല. ചോറിലൊരു ഇത്തിരി പോകുന്നൊരു മുടി കണ്ടതിന്റെ പേരില്ല. പിന്നെ ഒരു നേരം പോയി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവളുടെ മുടിയാവും ഞാൻ പറഞ്ഞേ. അല്ല, എനിക്കതല്ല വിഷമം. ഞാൻ ഉണ്ടാക്കിയ പൂ പോലത്തെ ഇഡ്ഡലിയും ചമ്മന്തി തൊട്ട് നോക്കിയിട്ടില്ല, അതാ. ആർക്കെങ്കിലും നല്ല പൊരിച്ച കോഴിയുടെ മണം വരുന്നുണ്ടാ? ശരിയാണ്, വരുന്നുണ്ട്. അതാ നാസാറിന്റെ മോന്റെ ബർത്ത്ഡേ ആണെന്ന് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ശരിയാണല്ലോ, നമ്മളെ വിളിച്ചതല്ലേ? നമ്മളെ വിളിച്ചതാ. അയ്യോ, നമുക്ക് പോവാ. പോയി കഴിഞ്ഞ അമ്മ സമ്മതിക്കില്ലല്ലോ. അയ്യോ, ഇനി ഒറ്റ കാര്യം ചെയ്യാനുള്ളൂ, ആ മണോ മൂക്കിൽ വലിച്ചു കയറ്റി വെറുതെ ഇരിക്കാം. എന്റെ പൊന്നെ, ഇത് വെളിച്ചെണ്ണയിലാണ് വറുക്കുന്നത്. നല്ല മണം. ഞാൻ അകത്തോട്ട് നിൽക്കാം, നിന്നാ പറ്റൂല, എന്നെ കൊണ്ട് ഇതൊന്നും പറ്റൂല. പൊന്നെ, ആരാണെന്തോ പാചകം. അമ്മ അറിയാതെ പോയാലോ? അമ്മ അറിയാതെ പോയാ അതൊക്കെ അമ്മ അറിയും. അമ്മ ആരാ മോളെന്നറിയോ? സഹിക്കുക, അത്ര തന്നെ. സഹനത്തിന്റെ അങ്ങേയറ്റ പാത്രം എന്തായിരിക്കുന്നു? ഞാൻ വിളിക്കാം. അമ്മയെ കാണിക്കുന്നത് ലോകം മണ്ടത്തര കേട്ടോ. നമ്മൾ ഈ ഭക്ഷണത്തിലൊക്കെ കഴിക്കുന്ന അണുക്കളെക്കാൾ കൂടുതൽ അണുക്കളും ബാക്ടീരിയയൊക്കെ അമ്മ ഈ സംസാരിക്കുന്ന മൊബൈലിനകത്തുണ്ടോ? എന്തിനു പറയുന്നു, ഈ ടോയ്ലറ്റ് സീറ്റിലുള്ള ജേംസിനേക്കാൾ കൂടുതൽ ഉണ്ടാവും ഈ മൊബൈലിനകത്ത്. ഇതൊന്നും ഞാൻ പറയുന്നതല്ല, ഇതൊക്കെ ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ആണോ? അപ്പൊ എന്തോ ചെയ്യണതായി പറഞ്ഞേ? അതുകൊണ്ട് അമ്മ ഈ വൃത്തി കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ മൊബൈലും കൂടെ ഉപേക്ഷിക്കേണ്ടി വരും. അപ്പൊ നിർത്താം. നാളെ തൊട്ട് കമ്പനിയുടെ കാര്യമൊക്കെ എങ്ങനെ നോക്കുമെന്ന് കൂടെ എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ മതി. അത് അമ്മ പറഞ്ഞത് കറക്റ്റാണ്. ഈ ഓഫീസിലെ ബിസിനസ് കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ ഫോൺ വേണമല്ലോ. മാത്രമല്ല ഇപ്പം നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റാൻ പറ്റാത്ത ഒരു സാധനമായി മാറി മൊബൈൽ. സത്യം, ഞാനും എന്റെ കവിതയൊക്കെ ഇപ്പം മൊബൈലിലെ വാട്സപ്പിലൂടെ അയച്ചു കൊടുക്കുന്നത്. പിന്നെ ഞാൻ അമ്മയോട് പറയണോണ്ട് മറ്റൊന്നും തോന്നരുത്. ഒരു മനുഷ്യന് വൃത്തി അത്യാവശ്യം തന്നെയാണ്, അത് കൂടിപ്പോയിരുന്നാലും കുഴപ്പമാണ്. അതായത് അതിന് OCD എന്ന് നമ്മൾ പറയും. എന്തോന്ന്? ഈ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറയും, OCD. എന്റെ ബലമായ സംശയം അമ്മയ്ക്ക് ആ രോഗമാണെന്നാണ്. പറഞ്ഞു നീ ഇപ്പൊ എന്നെ ഒരു രോഗിയാക്കി. ഏതായാലും ഞാൻ രോഗിയല്ല, പക്ഷെ ഇത്രയും വിവരമുള്ള മോനോടെ എനിക്കൊരു ചെറിയ സംശയം ചോദിക്കാനാണ്. എന്താണെന്നറിയാമോ, ചില ആമ്പിള്ളേരെ ഈ ഭാര്യയെ കാണുമ്പോ അന്തം വിട്ട് വരണ്ട, ആനവെ കാണുമ്പോ വരണ്ട ഓടുന്ന പോലെ ഓടി മറിഞ്ഞടിച്ച് വീഴുക. അതെന്തോന്ന് രോഗം മക്കളെ? അതിനെന്താണ് പേര്? വടി കൊടുത്ത് അടി വാങ്ങിച്ചു. നല്ല കാര്യം ഉണ്ടായിരുന്നു. അതുപോലെ കൊച്ചമ്മ, ഇപ്പൊ കൊച്ചമ്മ അമിത വൃത്തിയൊക്കെ അവസാനിപ്പിച്ചാ? നീ വലത് കാല് വെച്ച് എന്നീ വീട്ടിൽ കേറിയോ അന്ന് തീർന്ന എന്റെ വൃത്തി. വടി കൊടുക്കാതെ അടി വാങ്ങിച്ചു. അതെ, ഈ വൃത്തിയുടെ കാര്യം ഒന്ന് അവസാനിച്ചെങ്കിലേ ഒരു കാര്യം പറയായിരുന്നു. അമ്മ, അപ്പുറത്തെ വീട്ടിലെ നാസർക്കയില്ലേ, നാസർക്കയുടെ മോളെ ബർത്ത്ഡേ അമ്മ ഇന്ന് നമ്മളെയൊക്കെ വിളിച്ചിരിക്കണ്. പോട്ടാ അമ്മ,
നല്ല ചിക്കൻ ഫ്രൈഡ് മണം സഹിക്കാൻ നല്ല പറ്റില്ല. ചിക്കൻ ബിരിയാണി വേണോ അമ്മ? ഞാൻ അന്വേഷിച്ച് നൗഷാദൊക്കെയാണ് പാചകം. പിന്നെ പറയാനില്ല. പോട്ടാ അമ്മ. ഇനി അത് കഴിക്കുന്നവരുടെ ഗതികേടെന്ന് ആലോചിച്ച് നോക്കും. ബാത്റൂമിൽ നിന്ന് ഇറങ്ങാൻ സമയം കാണും. പൊക്കോട്ടാ. പൊക്കോട്ടെ. ഇനി ഈ പ്രാക്കെല്ലാം കൊണ്ടില്ലെങ്കിൽ എന്റെ തലയ്ക്ക് വരും. പോ. ആ അല്ലേ വേണ്ട, ഞാനിവിടെ വരാം. എന്റെ ഒരു അയൽവാസിയല്ലേ, ഇവിടെ വന്ന് നേരിട്ട് വിളിച്ചത്. കൊച്ചമ്മ ഇതങ്ങ് ഞാൻ മാറ്റിക്കോട്ടാ. ഓ ഓ എല്ലാം മാറ്റി. മാറ്റിക്കൂടി കുരിക്കോ. പക്ഷെ അവിടെ മാറി നിന്ന് മാറ്റി. അപ്പൊ കഞ്ഞി കുടിക്കണ്ടല്ലേ അമ്മ? വേണ്ട. ഓ എന്നാ നമുക്ക് റെഡിയാവാം. അതെ അതെ. റെഡിയാവും. ABCD ഒക്കെ പഠിച്ചോണ്ട് പോ. ശരി അമ്മ, താങ്ക്സ് ചേട്ടാ.